ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു യെറ്റ് എന്ന എപ്പിസോഡ് ഓഫ് AJ വ്ളോഗ്സ്. അപ്പൊ എല്ലാവർക്കും പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. എന്റെ ഈ ക്ഷീണിച്ച ലുക്കൊന്നും കണ്ട് നിങ്ങൾ പേടിക്കണ്ട. ഞാൻ ഇപ്പൊ ജോലി കഴിഞ്ഞ് വന്നിട്ടുള്ളൂ. അപ്പൊ ഈ ഇൻട്രോ എടുക്കണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു വ്ളോഗിന്റെ ആണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു 2 ആഴ്ച മുന്നേ ഹെയർ കളറിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, എന്നാലും നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഞാനത് അന്ന് ഒരു കുട്ടി വ്ളോഗ് എടുക്കാന്നുള്ള രീതിയിൽ ഞാൻ ഇൻട്രോ ഒക്കെ പറഞ്ഞ് സെറ്റ് ആയതായിരുന്നു. പക്ഷെ ചില സാങ്കേതിക തകരാറുകൾ മൂലം എൻ്റെ ഓഡിയോ ഒന്നും റെക്കോർഡായില്ല. അപ്പോൾ പിന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിലും ഞാൻ വളരെ ഫാസ്റ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടംപോലെ സമയം കിട്ടാറുണ്ട് വീഡിയോൻ്റെ ഇൻട്രോയും എൻഡിങ് ഒക്കെ എടുക്കാനായിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഒരു ഒഴിവ് സമയം കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ കൈയോടെ ആ ഇൻട്രോ അങ്ങോട്ട് എടുക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ എടുത്തതാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ട് എൻജോയ് ചെയ്യാമെന്നൊന്നും പറയില്ല, കണ്ടു നോക്കൂ. ഞാൻ കുറേ നാളെ മുടിയിൽ എന്തെങ്കിലും പരീക്ഷണങ്ങളൊക്കെ ചെയ്തിട്ട് പരീക്ഷണം ചെയ്ത് മുടിയില്ലാണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അതൊരു സത്യമാണ്. എന്നാലും ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഇതൊക്കെ ഇല്ലേ ഒരു എന്റർടൈൻമെന്റ് ഉള്ളൂ. അപ്പൊ നാട്ടിലത്തെ പോലെ പെട്ടെന്ന് പോയി ഹെയർ കളർ ചെയ്ത് വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്നു എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഞാൻ എപ്പോഴും അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടാണ് പോവാറ്. അങ്ങനെ ഒരു ദിവസം അപ്പോയിന്റ്മെന്റ് കിട്ടി, പോയി. കളറൊക്കെ ഞാൻ വിചാരിച്ച പോലെ തന്നെയൊക്കെ ആയി വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ആ ഒരു കുട്ടി വ്ളോഗ് നിങ്ങൾ കണ്ടിട്ട് വരും. ഓക്കെ, സ്റ്റേ ട്യൂൺ. അങ്ങനെ അന്നത്തെ ദിവസം ഷിഫ്റ്റ് കഴിഞ്ഞ് വന്ന് ഒന്ന് ഫ്രഷായി വീട്ടിൽ കയറി പെട്ടെന്ന് റെഡിയായി പോവാന്നൊക്കെ വിചാരിച്ച് വീട്ടിലെത്തിയതാണ്. പക്ഷേ എൻ്റെ മടി കാരണം അവിടെ ഇരുന്നു പോയി. പിന്നെ തൊട്ടടുത്താണ് ഈ സലൂൺ ഉള്ളത്. പെട്ടെന്ന് എത്താലോ എന്നുള്ള ഓവർ കോൺഫിഡൻസ് കൊണ്ട് പോലും ഞാൻ അവിടെ ഇരുന്ന് അവസാനം എന്താ ഉണ്ടായെന്ന് നിങ്ങൾക്ക് കണ്ടറിയാം. അപ്പോൾ അങ്ങനെ കാറൊക്കെ എടുത്ത് ഓടിച്ച് പോവാണ്. ഡ്രൈവിങ്ങിൽ അങ്ങനെ വലിയ സംഭവമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ ഒറ്റയ്ക്ക് പോയി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഡ്രൈവിങ് അറിയുന്നത് കൊണ്ടാണ്. നാട്ടിൽ ഇതേമാതിരി ലൈസൻസ് ഉണ്ടായിട്ടും ഉപയോഗിക്കാറൊന്നുമില്ല. പക്ഷെ കാനഡയിൽ വന്നപ്പോഴാണ് ഇത് ശരിക്കും യൂസ്ഫുൾ ആയത്. അങ്ങനെ അവസാനം സലൂണിലെത്തി. ഒരു 15 മിനിറ്റ് നേരം വൈകിട്ടുണ്ട്. പക്ഷെ നമുക്ക് പോയി നോക്കാം ചെയ്യോ ഇല്ലയോന്ന്, അതോ ഞാൻ ശശിയായിട്ട് തിരിച്ചു വരുമോന്ന്. കാരണം വീട്ടിൻ്റെ അവിടുന്ന് 5 മിനിറ്റ് ഡ്രൈവ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഭയങ്കര ബ്ലോക്കൊക്കെ ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഇവിടെ എത്തിയിട്ടൊരു സമയമായി. എന്തായാലും നമുക്ക് പോയി നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ വന്ന സലൂൺ, ദ കോളിംഗ്വുഡ് ഹെയർ കമ്പനി. ഇത് റിവ്യൂ നല്ലതൊക്കെ കണ്ടിട്ട് വരുന്നതാണ്. അവസാനം എന്തായി തീരുമെന്നൊന്നും അറിയില്ല. പക്ഷെ പോയി നോക്കാലോ എന്ന് വെച്ച് വന്നതാണ്. അങ്ങനെ അവസാനം അമ്മച്ചിയുടെ കൈയും കാലൊക്കെ പിടിച്ച് പുള്ളിക്കാരി അഡ്ജസ്റ്റ് ചെയ്ത് അപ്പോയിൻമെൻ്റൊക്കെ റെഡിയാക്കി ഹെയർ കളറിങ് തുടങ്ങി. പിന്നെ ഇതിപ്പോൾ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഹെയർ കളറിങ്, ഹെയർ വാഷ് ചെയ്യുന്നു, ബ്ലീച്ച് ഇടുന്നു. ബ്ലീച്ച് ഇടാതെ ഹെയർ കളർ ചെയ്യാം. പക്ഷെ ഞാൻ ചെയ്യുമ്പോൾ ബ്ലീച്ച് ഇടാറുണ്ട്. മുടിക്ക് നല്ലതല്ല, എന്നാലും ചെയ്യുമ്പോൾ എന്തെങ്കിലും കാണണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ബ്ലീച്ചിട്ട് ഹെയർ വാഷ് ചെയ്തിട്ടുള്ള ലുക്കാണിത്. അങ്ങനെ ബ്ലീച്ച് കഴുകി കഴിഞ്ഞ് പിന്നെ ഹെയർ കളർ അപ്ലൈ ചെയ്യുന്നു, പിന്നെ ഹെയർ ഡ്രൈ ചെയ്യുന്നു. ഇതൊക്കെ സാധാരണ ഹെയർ കളറിങ്, അല്ലാണ്ട് കൂടുതൽ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഫൈനൽ ലുക്ക് കാണാം. ഇപ്പോൾ ഹെയർ ഡ്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഫൈനൽ ലുക്ക് എങ്ങനെ ഉണ്ടാവുന്ന ഏതാനും നിമിഷങ്ങൾക്കകം നിങ്ങൾക്ക് കാണുന്നതായിരിക്കും. അങ്ങനെ സക്സസ്ഫുള്ളി ഹെയർ കളറിങ് ഒക്കെ ചെയ്ത് ഇറങ്ങിയ സുഹൃത്തുക്കളെ, ഞാൻ 1 മണിക്കൂർ അരമണിക്കൂർ ലേറ്റായിന്ന് വെച്ച് പോയ ഞാൻ അവിടെ 1 മണിക്കൂർ ലേറ്റായിട്ടാണ് എത്തിയെന്നുള്ളത് നഗ്ന സത്യം അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത്. പക്ഷെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഇട ദിവസമാണല്ലോ, പിന്നെ വൈകുന്നേരമാണ്. അപ്പോൾ അത് കാരണം
അമ്മച്ചിയുടെ കാലും കൈയൊക്കെ പിടിച്ചപ്പോൾ അമ്മച്ചി ചെയ്തു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് പറഞ്ഞ കാരണം ഇനിയിപ്പോൾ കൊളാക്കി തരുമെന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ റിസൾട്ട് നല്ലതായിരുന്നു. ഇതിപ്പോൾ രാത്രി ആയതുകൊണ്ട് അങ്ങനെ കാണുന്നില്ല. ഞാൻ ഒരു റെഡിഷ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ബ്രൗൺ കളറാണ് ചെയ്തിട്ടുള്ള ഹൈലൈറ്റ്. അപ്പോൾ നല്ല വെളിച്ചമുള്ള സമയത്ത് ഞാൻ ഫോട്ടോ എടുത്ത് ഇതിലിടുന്നതായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. പിന്നെ വേറൊരു സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കളർ ചെയ്യാൻ വന്നത് എന്നെ കെട്ടിയവനെ അറിയില്ല, ആർക്കും അറിയില്ല. അപ്പോൾ കെട്ടിയവന് ഇപ്പോൾ ഷിഫ്റ്റിലാണ്. അപ്പോൾ ഷിഫ്റ്റ് കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ എന്താ അഭിപ്രായം എന്ന് നേരിട്ട് കാണിച്ചു തരാം. ഓക്കെ. How is my hair? കണ്ടിട്ട് മനസ്സിലായില്ലേ വാക്ക് Did you mean light one? Light 2. Okay. Alexa, light 1 on. അത്ര പറയാനുള്ളൂ. അപ്പം അത്രയൊക്കെ ഉള്ളൂ ഈ ചെറിയ വ്ളോഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.